ഹായ് ഹലോ, ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ ഇങ്ങനെ കണക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് അവിടേക്ക് വൈജയന്തി വരുന്നുണ്ട്. ബാലചന്ദ്രൻ എപ്പോൾ വന്നു? കുറച്ച് സമയമായി. എന്താ വൈജയ്? അല്ല, അലീനെ രാവിലെ നമ്മൾ പറഞ്ഞു വിട്ടതല്ലേ, അവൾ പോയില്ലല്ലോ. അവൾ പോയില്ലേ? അല്ലേ, അത് അവൾ അവിടെ നിൽക്കുന്ന കണ്ടല്ലോ എന്ന് വൈജയന്തി പറയുമ്പോൾ, അതിനുശേഷം ഇവിടെ നടന്നത് നിനക്ക് ഓർമ്മയില്ലേ? അതിനുശേഷം ഇവിടെ എന്താ നടന്നത്? വല്ലാതെ നാടകം കളിക്കല്ല വൈജയ്, നിനക്കൊന്നും ഓർമ്മയില്ലേ? മനു വന്നു അലീനയുടെ അടുത്ത് ഒരു തെറ്റില്ലെന്ന് കണ്ടുപിടിച്ചല്ലോ, പിന്നെന്താ? അപ്പോൾ ബാലചന്ദ്രൻ്റെ പെട്ടിയിൽ നിന്ന് പണം പോയതും അവളല്ലെന്ന് അവൾ സമ്മതിച്ചതാണല്ലോ, അതും അവളല്ലെന്ന് തെളിഞ്ഞില്ലല്ലോ. അതെ, ചിന്തിക്കാൻ ബുദ്ധിമതി. അവളുടെ കയ്യിൽ മറ്റൊരു കാശൊന്നുമില്ല. നിന്റെ അച്ഛന് അവളുടെ അമ്മയ്ക്ക് കൊടുത്ത കാശ് മാത്രമേ അവളുടെ കയ്യിലുള്ളൂ, അല്ലാതെ അവളുടെ കയ്യിൽ എവിടെന്ന കാശ്? കേട്ട വൈജയന്തി പറയും, ബാലചന്ദ്രന് തീരെ ബുദ്ധിയില്ലേ? ഇതൊക്കെ അവരുടെ നാടക. മനു ആരെയും കൂടെ ചേർന്ന് ഇവിടെ നടത്തിയതാ അവരുടെ നാടകം. സ്വന്തം മനിയന് ഇതുപോലൊരു പെണ്ണിന്റെ പുറകെ നടന്നെന്ന് പറഞ്ഞാൽ മനുവിനല്ലേ നാണക്കേട്? അപ്പോൾ ഇലക്കും ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ അവനത് പരിഹരിച്ചു. എല്ലാ തെറ്റുകളും അരിയുടെ വെറുതെ തമാശകളാണെന്ന് പറഞ്ഞ് തീർത്തപ്പോൾ അവനും കുറ്റക്കാരനല്ല, അലീനയും കുറ്റക്കാരനല്ല. അതൊക്കെ അവർ നടത്തിയ നാടകമാണ്. എൻ്റെ വൈജയ്, നിന്റെ ഒരു ബുദ്ധി! ഇങ്ങനെയൊക്കെ ആടിനെ കൊരങ്ങനാക്കുന്ന സ്വഭാവം ഞാൻ കണ്ടിട്ടില്ല, ഇപ്പതേ നേരിട്ട് കണ്ടു. ഇത് ഏത് കോടതിയിൽ പോയി നിനക്ക് വാദിക്കാം. എന്തൊക്കെ പറഞ്ഞിട്ടും തന്നെ വൈജയന്തി ഒട്ടും തന്നെ കൂട്ടാക്കുന്നില്ല ആ ഒരു സമയത്ത്. അങ്ങനെയാണെങ്കിൽ അവരിവിടെ വന്ന് നാടകം കളിച്ചതാണെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുവിനെ ഫോൺ വിളിക്കാൻ വേണ്ടി നോക്കാൻ കേട്ടോ ബാലചന്ദ്രൻ. ആർക്കാ ബാലചന്ദ്രൻ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് വൈജയന്തി ആ സമയത്ത്. അങ്ങനെ ഇവിടെ വന്ന് നാടകം കളിച്ചവരെ ആരും ഞാൻ വെറുതെ വിടില്ലെന്ന് പറഞ്ഞ് അങ്ങനെ വിളിക്കാൻ നമ്പർ തരുന്ന സമയത്ത് ഫോൺ എടുത്തിട്ട് അങ്ങ് അപ്പുറത്തേക്ക് കയറിയാട്ടോ. ഞാൻ പറഞ്ഞാൽ ആർക്കും വിശ്വാസമില്ല. എനിക്കറിയാം വൈജയ്, നീ ഇവിടെ നടങ്ങുന്നതൊക്കെ നീ കണ്ടതാ. നിനക്ക് അവളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാനുള്ള മടി. അവളൊരു സോറി പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. ഞാനെന്തിനാ അവളോട് സോറി പറഞ്ഞത്? എൻ്റെ പട്ടി അവളോട് സോറി പറയും. അല്ല, ചിലപ്പോൾ സോറി പറയേണ്ടിയിരിക്കും. അപ്പോൾ രോഹിം അവളോട് സോറി പറയേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളോട് സോറി പറഞ്ഞേ മതിയാവൂ. അപ്പോൾ ബാലചന്ദ്രന് ഞങ്ങളെക്കാൾ വലുതാണോ ആ വേലക്കാരി പെണ്ണെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ അവളടുത്ത് പറയും, എൻ്റെ വൈജയ്, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ ഇങ്ങനെയൊക്കെയാണല്ലോ ചിന്തിച്ച് കൂട്ടുന്നത്. എന്തൊക്കെയായാലും നിനക്ക് അവളോട് സോറി പറയാനും അവൾ തെറ്റിക്കാരിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ നിനക്ക് ചെറുതായി കൊടുക്കാനും പറ്റുന്നില്ല. അതിൻ്റെ ഒരു അഹംഭാവമല്ലേ എന്ന് അവളടുത്ത് ചോദിക്കാണ്. എന്നാൽ അതൊന്നും സമ്മതിച്ചു കൊടുക്കാതെ അവിടുന്ന് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് വൈജയന്തി. നേരെ കിച്ചണിലേക്കാട്ടോ ചെല്ലുന്നത്. അലീനയെ അവിടെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കായിരിക്കും. അലീനയുടെ തൊട്ടു പുറകെയായിട്ട് വൈജയന്തി ചെന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾ തിരിയുമ്പോൾ വൈജയന്തി കാണുമ്പോൾ ആദ്യമൊന്ന് നെട്ടുന്നുണ്ട്. അല്ല, നീ ജയിച്ചെന്ന് കരുതിയോ? അല്ല, മേഡത്തിന് കാപ്പി എടുക്കട്ടെ? അല്ല, നിന്നോട് ചോദിച്ചാലേ എനിക്ക് നീ ചായ തരൂ എന്ന് പറയാണ്. ഇത് കേട്ട അലീന പറയും, അന്ന് മേഡം തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ഞാൻ ചോദിച്ചാൽ മാത്രമേ ചായ തരാൻ പാടുള്ളൂന്ന്. ചായ ചോദിക്കാതെ ഞാൻ കൊണ്ടുവന്നപ്പോൾ മേഡം അങ്ങനെയാ പറഞ്ഞത്. അത് കരുതിയിട്ട് അപ്പോൾ എൻ്റെ മൂഡ് അങ്ങനെ ആയിരിക്കും. ഇപ്പം എനിക്ക് ചായ വേണം. അപ്പോൾ അലീന ചായ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവളോടത്ത് വൈജയന്തി പറയും, അല്ല, നീയും മനോട് നടത്തിയ നാടകം കൊള്ളാം. നാടകമോ? അതെ, എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് നീ കരുതേണ്ട. മേഡത്തിന് ഒന്നും മനസ്സിലായിട്ടില്ല. എല്ലാം അറിയുന്ന ഒരാൾ ഞാൻ തന്നെയാണ്. എന്തോ മുനവെച്ച് അലീന ഇങ്ങനെ പറയുമ്പോൾ, എന്ത് മനസ്സിലായി? എന്തെല്ലാം അറിയുന്ന ആളെന്നാ നീ എന്നാ പറഞ്ഞതെന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ, എല്ലാം എന്നും അവൾ തീർത്തു പറയുന്നുണ്ട്. അതിനുശേഷം വൈജയന്തി ഇങ്ങനെ ചായ കുടിച്ച് നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് രോഹിത് ആണെങ്കിലോ ഹരിശങ്കറിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. 2-3 തവണ വിളിച്ചെങ്കിലും ഹരിശങ്കർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇവൻ എന്താ ഫോൺ എടുക്കാത്തത്? പിന്നെ ഹരിശങ്കർ തിരിച്ചേ വിളിക്കുന്നുണ്ട്. എല്ലാവരും, നീ ഇതെവിടെ? എന്താ ഫോൺ എടുക്കാത്തത്? ഞാനൊരു മൂവിക്ക് പോയി. അപ്പോൾ നിനക്ക് ടെൻഷനൊന്നുമില്ലേ? എനിക്കെന്തിനാ ടെൻഷൻ? എടാ, അവിടെ നടന്നത് വെറും ഒരു നാടകം മാത്രമാണ്. അപ്പോൾ നീ പറഞ്ഞതെല്ലാം സത്യമാണെന്നാണോ? നീയും അലീനയും കൂടെ മോശപ്പെട്ട രീതിയിൽ അവിധമുണ്ടെന്നാണോ? അതേടാ, അതുണ്ട്. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ വീട്ടുകാരുടെയും എൻ്റെ വീട്ടുകാരുടെ മുമ്പിലൊക്കെ ഒരു മോശപ്പെട്ട ക്യാരക്ടറുള്ള ഒരാളായി തീരില്ലേ? അപ്പോൾ ഞാൻ നടത്തിയ ഒരു നാടകമാണ്. അലീനെ അവിടെ നിൽക്കണം, അതല്ലേ നമുക്ക് വേണ്ടത്. അവൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് രസാടാ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാലും നീ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ലെന്ന് രോഹിത് പറയുമ്പോൾ വീണ്ടും ഹരി പറയുന്നുണ്ട്, ഇനി വിശ്വസിക്കണം, നീ വേണമെങ്കിൽ വിശ്വസിക്ക്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് കൊടുത്ത മോതിരം റോൾഡ് ഗോൾഡ് ആണല്ലോ, അതൊക്കെ എന്നെ ഒരുത്തം പറ്റിച്ചതാ. പക്ഷേ ബാക്കിയൊക്കെ ഞാൻ നടത്തിയൊരു നാടകമാണെന്ന് പറഞ്ഞിട്ട് രോഹിയെ അങ്ങ് കൺഫ്യൂഷൻ ആക്കാണ്. എന്തിനേശം പറയും, എടാ, നമുക്കൊരു ദിവസം അവിടെ കൂടണം. നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരണ്ട്. അന്ന് നിനക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന്. പിന്നെ അവിടെ ആരുമില്ലാത്ത സമയത്ത് ഞാനും നീയും അലീനയായിട്ട് ഒരു ദിവസം, അങ്ങനെ ഒരു ദിവസം ഞാൻ വരണ്ട്. നീ അന്ന് ക്ലാസ് കട്ട് ചെയ്യാൻ മതി. ഞാനും വീട്ടിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് വരാം എന്ന് പറഞ്ഞ് രോഹിത്തിൻ്റെ മനസ്സാകെ ഇളക്കി വെക്കണം കേട്ടോ അരി. അതിനുശേഷം രേവതിക്കുട്ടി
പട്ടിക്കുള്ള ഫുഡായിട്ട് വരുന്നുണ്ട്. ജോസുട്ടി അവൾക്കരികിലേക്ക് വരുന്നുണ്ട്. എനിക്ക് ഫുഡ് എന്ന് പറയുമ്പോൾ ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ്. അയ്യോ അത് വേണ്ട ജോസുട്ടിയേട്ടനെ, ഫുഡ് വേണമെങ്കിൽ അടുക്കളയിൽ പോയി എടുത്തോ. അയ്യേ ഞാൻ പട്ടിക്ക് കൊടുത്തോളാം എന്നാ പറഞ്ഞത്, നിന്നൊന്ന് ഹെൽപ്പാക്കാൻ നോക്കിയതാ, അങ്ങനെ ഇപ്പം ഹെൽപ്പാക്കണ്ട എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി അവിടെ നിന്ന് പോയിട്ട് പട്ടിക്ക് ഇങ്ങനെ ഫുഡ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുത്ത് മര്യാദക്ക് നിന്നാലേ, അല്ലെങ്കിൽ ഞാൻ അലീന ചേച്ചിയെ വിളിച്ചു വരുത്തും, എൻ്റെ ചേച്ചി ഒന്ന് നോക്കിയാൽ നീയൊക്കെ അങ്ങ് മുട്ടുകുത്തും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ജോസുട്ടി ചോദിക്കും, അല്ല മര്യാദ പഠിപ്പിക്കുകയാണോ പട്ടിയെ, അതെന്താ പട്ടിയെ മര്യാദ പഠിപ്പിക്കാൻ പറ്റില്ലേ? അങ്ങനെ ഇങ്ങനെ ജോസുട്ടി ഓരോ കാര്യങ്ങൾ സംസാരിക്കട്ടെ, അല്ല വീട്ടിലെ സെർവൻറ്റ്മാർ നല്ലൊരു ടച്ചപ്പ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് രേവതിയാണെങ്കിലോ അങ്ങ് ദേഷ്യം തന്നെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങ് സിനിമയിലൊക്കെ പോയി അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു മറുപടി കൊടുത്തിട്ട് ജോസുട്ടി അവ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രേവതിക്കുട്ടി റൂമിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് രേവതിക്കുട്ടി എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ഗ്രേസാമൻ വരുന്നുണ്ട്. കാലിൽ നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട്, നീ ഇതെവിടെ പോയി കിടക്കുക, കാലിന് നല്ല വേദന, ഒന്ന് നീ നടു നിവർത്തി കിടന്നതാ, എണീറ്റപ്പോൾ കാല് നല്ല തരിപ്പെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവളോട് ആ കാലൊന്ന് തടവി കൊടുക്കാൻ പറയാണ്. അങ്ങനെ രേവതിക്കുട്ടി ഞാൻ ഓയിൽമെൻറ്റ് എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലിൽ ഇങ്ങനെ ഓയിൽമെൻറ്റ് പുരട്ടിയിട്ട് തടവി കൊടുക്കാം കേട്ടോ. ആ ഒരു സമയത്ത് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താ? അത് പിന്നെ ദേഷ്യപ്പെടും എനിക്കറിയാം, എന്നാൽ നീ ചോദിക്കേണ്ട, പിന്നെ ഞാനില്ലേ, നീ ഉണ്ടല്ലോ, നീ ഇതാ ഇവിടെ ഇരിക്കുന്നത്, അല്ല പെണ്ണെ എന്തെന്ന് വെച്ചാൽ ചോദിക്കെന്ന് പറയുമ്പോൾ, അതെ ആ റൂം ഞാൻ ക്ലീൻ ചെയ്യട്ടെ, നിനക്കെന്താ അത് ക്ലീൻ ചെയ്യാണ്ട് ഇത്ര മെനക്കേടെന്ന് ചോദിക്കുക, അത് അവിടെ അങ്ങനെ തന്നെ കിടന്നോട്ടെ, അതിലേക്ക് നോക്കുമ്പോൾ തന്നെ ചങ്ക് പൊട്ടുന്ന പോലെ തോന്നും. അതെ നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കൂലേ, ഇഷ്ടപ്പെട്ട എന്ത് കാര്യം നന്നായിട്ട് തേച്ച് മിനുക്കി നമ്മൾ സൂക്ഷിച്ച് വെക്കാറില്ലേ, അതുപോലെയാണ് ചെയ്യേണ്ടത്. ആ റൂം നന്നായിട്ട് വൃത്തിയാക്കി അതിലെല്ലാ പൊടികളെല്ലാം തുടച്ച് അവിടെ ഫോട്ടോ വെച്ച് വിളക്ക് കത്തിച്ച് എന്നും വൈകുന്നേരം അവിടെ പ്രാർത്ഥിക്കണം, അതാണ് വേണ്ടതെന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നല്ല സന്തോഷത്തോടെ അവളെ തന്നെ നോക്കുകയാണ് കേട്ടോ. ഒരു സമ്മതം കൊടുത്ത പോലെ തന്നെയാണ് കേട്ടോ ഗ്രേസാമ്മക്കാണെങ്കിലും തൻ്റെ ജോയുടെ മകൻ്റെ കാര്യം ഓർത്തപ്പോൾ വല്ലാതെ ഒരു സങ്കടമൊക്കെ ഉണ്ട്. എന്നാൽ രേവതിക്കുട്ടി പറയുന്നത് ആ റൂമെല്ലാം തുറന്നിട്ട് അതിനുശേഷം അവിടെ പൊടികളൊക്കെ കളഞ്ഞതിന് ശേഷം അവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം എന്ന് കേട്ടതോടു കൂടെ ഗ്രേസാമ്മക്ക് അവളോട് വല്ലാത്തൊരു മതിപ്പ് തോന്നാണ്. ഇനി നാളത്തെ പ്രൊമോ റിവ്യൂ ആണ് കേട്ടോ. നാളത്തെ പ്രൊമോ ഒരു അടിപൊളി പ്രൊമോയാട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ രേവതിക്കുട്ടിക്ക് ഒരു ഫോൺ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് രേവതിക്കുട്ടി ഗ്രേസാമ്മയെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഫോൺ വേണ്ടെന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും നിനക്കിരിക്കട്ടെടി ഒരു ഫോണെന്ന് പറയാണ്. അങ്ങനെ ഗ്രേസാമ്മ അവൾക്ക് ആ ഫോൺ സമ്മാനമായിട്ട് കൊടുക്കുന്ന സമയത്ത് അവർ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം രേവതിക്കുട്ടിയെ കാണാൻ പോവാനായിട്ട് അലീന 2 ദിവസത്തെ ലീവ് ചോദിക്കുമ്പോൾ വൈജയന്തി തരില്ലെന്ന് പറയാണ്. അതെന്തിനാ നിനക്കിപ്പോൾ 2 ദിവസത്തെ ജോലി ലീവെന്ന് ചോദിക്കുകയാണ്. ഏത് ജോലിക്കും ലീവ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ പോകാൻ തയ്യാറാവുന്നുണ്ട്. അങ്ങനെ മനു ചോദിക്കും, എന്താ എവിടെ പോകുന്നത്, 2 ദിവസത്തെ ലീവല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, ഞാൻ രേവതിക്കുട്ടിയെ കണ്ടിട്ട് കുറേ നാളായി, എനിക്കവളെ കാണണം, അവിടം വരെ ഒറ്റയ്ക്ക് പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട് അലീനയുടെ അടുത്ത്. ആരുമില്ലാത്തവർക്ക് ദൈവം കൂടെയുണ്ടല്ലോ എന്ന് പറയാൻ കേട്ടോ. അതിനുശേഷം രേവതിക്കുട്ടിയെ കാണാനായിട്ട് അലീന പോകുന്നുണ്ട്. അങ്ങനെയുള്ള അടിപൊളി പ്രൊമോയൊക്കെ കേട്ടോ വന്നിട്ടുള്ളത്.